ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് പുറത്തുവരുന്നത് എംഎൽഎ ഐ സി ബാലകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. വയനാട് ഡിസിസി ട്രഷറർ എൻ.എം. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ലിമിറ്റഡ് കസ്റ്റഡിയിൽ തുടരുന്ന ഐ സി ബാലകൃഷ്ണൻ എംഎൽഎയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന സുപ്രധാന വിവരം പുറത്തുവരുന്നുണ്ട്. കോടതി മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്നത് പ്രകാരമായിരുന്നു ഈ ചോദ്യം ചെയ്യലിന് എംഎൽഎ കഴിഞ്ഞ 3 ദിവസമായി എത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് നേരത്തെ കേസിലെ 2-3 പ്രതികളുടേതിന് സമാനമായി തന്നെ ഐ സി ബാലകൃഷ്ണന്റെയും അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടായിരുന്നു ഐ സി ബാലകൃഷ്ണൻ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തേക്ക് പോകുന്നത്. പക്ഷേ കൂടുതൽ പ്രതികരണങ്ങൾ നടത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. KPCCയുടെ അന്വേഷണ സമിതിയുടെ 4-അംഗ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് പൂർണ്ണമായും നേതാക്കളെ വെള്ളപൂശിക്കൊണ്ട് പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വരുന്നതിനിടെയാണ് ഇപ്പോൾ ഐ സി ബാലകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. അനൂപ് KR ചേരുന്നുണ്ട്. അനൂപ്, പറയൂ. എംഎൽഎ ഐ സി ബാലകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. ഇപ്പോൾ അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തു വരികയാണ്. അല്പസമയം മുമ്പാണ് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പോലീസ് അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിന് ശേഷം മടങ്ങുകയാണ്. ഐ സി ബാലകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് ക്രൈംബ്രാഞ്ച് CI പ്രവീൺ കുമാറും അതോടൊപ്പം ബത്തേരി DYSP KK അബ്ദുൽ ഷരീഫും ഉൾപ്പെടെയുള്ള പോലീസ് സംഘം ഇവിടെ നിന്ന് ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. ഒരു പക്ഷേ അത് മറ്റു സ്ഥലങ്ങളിലേക്ക് തെളിവ് ശേഖരണവുമായി ബന്ധപ്പെട്ടോ മറ്റോ ആയിരിക്കാമെന്നുള്ള സൂചനയുണ്ട്. ഏതായാലും ഐ സി ബാലകൃഷ്ണനുമായിട്ട് നമ്മൾ ഇപ്പോൾ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഏതായാലും അതിനുശേഷം ചോദ്യം ചെയ്യൽ പൂർത്തിയായോ എന്ന് ചോദിച്ചപ്പോൾ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു കൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നത് എന്നാണ് ഐ സി ബാലകൃഷ്ണൻ ഇപ്പോൾ നമ്മൾ പ്രതികരിച്ചത്. ഏതായാലും അദ്ദേഹം ബത്തേരിയിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതിന് പിന്നാലെ തന്നെ ബത്തേരി DYSP KK അബ്ദുൽ ഷരീഫും ക്രൈംബ്രാഞ്ച് സംഘവും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബത്തേരി ക്യാമ്പ് ഓഫീസിൽ നിന്ന് കൽപ്പറ്റ ഹെഡ്ക്വാർട്ടർ ക്യാമ്പ് ഓഫീസ് പോലീസ് ജില്ലാ ഹെഡ്ക്വാർട്ടർ ക്യാമ്പ് ഓഫീസിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏതായാലും ആ വിധത്തിൽ എംഎൽഎ ഐ സി ബാലകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യ വ്യവസ്ഥ നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 2 പേരുടെ ആൾ ജാമ്യത്തിലും 1 ലക്ഷം രൂപയുടെ ബോണ്ടിലുമാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈ വിധത്തിൽ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുന്നത്. ഏതായാലും സുപ്രധാനമായൊരു നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും സുപ്രധാനമായ ഈ ഒരു പ്രതി അല്ലെങ്കിൽ ഒരു MLA തന്നെ പ്രതിയായ ഈ കേസിൽ ആ കേസിൻ്റെ കേന്ദ്ര ബിന്ദുവിനെ അല്ലെങ്കിൽ ആ കേസ് ആരെയാണോ പ്രത്യക്ഷത്തിൽ പ്രതിക്കൂട്ടിലാക്കിയത് അദ്ദേഹത്തിൻ്റെ തന്നെ അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഐ സി ബാലകൃഷ്ണന്റെ അറസ്റ്റ് N.M. വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസുമായി ബന്ധപ്പെട്ട് ആ കേസിലെ 1-ാം പ്രതി ഐ സി ബാലകൃഷ്ണന്റെ അറസ്റ്റ് ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കും. ഏത് വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായത്, ഈ വിധത്തിൽ ഏതാണ്ട് ഒരു 11:30 കൂടി അദ്ദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും അതിന്റെ വിശദാംശങ്ങളും നമുക്ക് തേടേണ്ടതുണ്ട്. മറ്റു തെളിവെടുപ്പിനോ മറ്റോ ആയിരിക്കും ഒരുപക്ഷെ, അല്ലെങ്കിൽ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിന് കേസിനാസ്പദമായി ബന്ധപ്പെട്ട് ചോദിച്ചറിയേണ്ട വിവിധ കാര്യങ്ങൾ സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് ഇതിനകം ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും ഒരുപക്ഷെ. ഏതായാലും അതായിരിക്കാം പോലീസ് പെട്ടെന്ന് തന്നെ ആ സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കിയത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമിക ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും കോൺഗ്രസ് നേതാക്കളും ഒരു വിഭാഗം മാധ്യമങ്ങളും കൂടി പൂർണ്ണമായി മുക്കാൻ ശ്രമിച്ച ഒരു വാർത്തയാണ് അനൂപ്. കൈരളി ന്യൂസിന്റെ അനൂപിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലിൽ കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഐ സി ബാലകൃഷ്ണൻ MLAയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ വിവരം വയനാട്ടിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. DCC ട്രഷറർ N.M. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇപ്പോൾ ഐ സി ബാലകൃഷ്ണൻ MLAയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അനൂപ്, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവരം ഇപ്പോൾ അനൂപ് അറിഞ്ഞു കാണും. 4-അംഗ KPCC സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ ഒരു നേതാക്കളുടെയും പേരില്ല, പരാമർശമില്ല. ഐ സി ബാലകൃഷ്ണൻ എന്നൊരു പേരേ അതിലില്ല. കുടുംബത്തിന്റെ പരാതി ന്യായമാണ് എന്ന് പറയുമ്പോൾ പോലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിരിക്കുന്ന ഒരു നേതാക്കളുടെയും പേരിൽ വ്യക്തതയില്ലാതെ പൂർണ്ണമായും നേതാക്കളെ വെള്ളപൂശിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്ന അതേ സാഹചര്യത്തിൽ കൃത്യമാ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഐ സി ബാലകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ള നിർണായക നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അനൂപ്.